BBC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് പവേർഡ് ബൈ മൈൽ ഫുഡ്സ്റ്റഫ്സ് മൂക്കന്നൂർ, ഗ്രാസിയ ടൂർസ് ആൻഡ് ട്രാവൽസ് നിയർ കൊച്ചിൻ എയർപോർട്ട് ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. തിരുവനന്തപുരത്ത് അമ്യൂസ്മെന്റ് പാർക്കിൽ റൈഡ് പൊട്ടി വീണ അപകടം, നിരവധി പേർക്ക് പരിക്ക്. തിരുവനന്തപുരം അമ്യൂസ്മെന്റ് പാർക്കിൽ റൈഡ് പൊട്ടി വീണ അപകടം. വെമ്പായം ഹാപ്പി ലാൻഡിലാണ് അപകടമുണ്ടായത്. പരിക്ക് പറ്റിയവരെ ആശുപത്രിയിലേക്ക് മാറ്റുന്നു. റൈഡിലുണ്ടായിരുന്ന 30-ലധികം ആളുകൾക്ക് പരിക്കേറ്റു. 5ഓളം പേരെ പിരപ്പൻകോട് സെന്റ് ജോൺസ് ആശുപത്രിയിലേക്ക് എത്തിച്ചു. 5ഓളം പേർക്ക് ഗുരുതരമായി പരിക്ക് പറ്റിയെന്ന് പ്രാഥമിക വിവരം. പിണറായി വിജയന്റെ വീട്ടിലെ റെയ്ഡ്. ED സംഘം സഞ്ചരിച്ച വാഹനം തകർത്തതിൽ ഖേദം പ്രകടിപ്പിച്ച് CPIM. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിലെ റെയ്ഡ് കഴിഞ്ഞ് മടങ്ങിയ ED സംഘം സഞ്ചരിച്ച വാഹനം തകർത്തതിൽ ഖേദം പ്രകടിപ്പിച്ച് CPIM. കേടുപാട് സംഭവിച്ച വാഹനത്തിന്റെ ഉടമയ്ക്ക് നഷ്ടപരിഹാരം നൽകുമെന്ന് A. റഹീം MP വ്യക്തമാക്കി. EDയെ വെച്ച് സംഘപരിവാർ നടത്തിയത് ആസൂത്രിത നീക്കമാണ്. പ്രവർത്തകരുടെ രോഷം അണപൊട്ടിയൊഴുകി. ഉദ്യോഗസ്ഥരെത്തിയ കാറിന് കേടുപാടുകൾ സംഭവിച്ചു. ഡ്രൈവർക്കും പരിക്കേറ്റു. തൊഴിലാളിയുടെ ഉപജീവനമാർഗം ആക്രമിക്കപ്പെട്ടു എന്നതിൽ ഖേദമുണ്ട്. ആ നഷ്ടം പരിഹരിക്കുന്നതിൽ പാർട്ടിക്ക് ധാർമ്മികതയുണ്ട്. ഡ്രൈവർ ശ്യാമുമായി നേതാക്കൾ സംസാരിച്ചു. ആശങ്ക നീക്കുവാനുള്ള കാര്യങ്ങൾ പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നും A. റഹീം പ്രതികരിച്ചു. സിദ്ധരാമയ്യ രാജിവെച്ചു. രാജിക്കത്ത് കൈമാറി. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ രാജിവെച്ചു. DK ശിവകുമാറാകും പുതിയ മുഖ്യമന്ത്രി. ഉച്ചയ്ക്ക് 3 മണിയോടെ ലോക്ഭവനിലെത്തി ഗവർണറുടെ ഓഫീസിൽ രാജിക്കത്ത് നൽകി. ഇന്ന് രാത്രി ബംഗളൂരുവിലെത്തുന്ന ഗവർണർ താവർചന്ദ് ഗെഹ്ലോട്ട് രാജിക്കത്ത് സ്വീകരിക്കും. രാജ്യസഭയിലേക്കില്ലെന്നും MLA ആയി തുടരുമെന്നും സിദ്ധരാമയ്യ പറഞ്ഞു. നേതൃത്വത്തിന്റെ വാഗ്ദാനം സ്നേഹത്തോടെ നിരസിക്കുന്നെന്നും സിദ്ധരാമയ്യ. പിണറായി വിജയന് നരേന്ദ്രമോദിയെ ഭയം. കേന്ദ്ര സർക്കാരിനെതിരെ ഏറ്റവും അധികം പോരാട്ടം നടത്തുന്നത് രാഹുൽ ഗാന്ധി. മന്ത്രി AP അനിൽകുമാർ. പിണറായി വിജയന് നരേന്ദ്രമോദിയെ ഭയമെന്ന് മന്ത്രി AP അനിൽകുമാർ. 10 വർഷമുണ്ടായ ഭയം ഇപ്പോഴും തുടരുന്നു. മോദിക്കെതിരെ പിണറായി വിജയൻ ഒരക്ഷരം മിണ്ടുന്നില്ല. കേന്ദ്ര സർക്കാരിനെതിരെ ഏറ്റവും അധികം പോരാട്ടം നടത്തുന്നത് രാഹുൽ ഗാന്ധി. പാർലമെന്റിനകത്തും പുറത്തും ആ പോരാട്ടം തുടരുന്നു. മോദി, അമിത് ഷാ എന്നിവർക്കെതിരെ കഴിഞ്ഞ പിണറായി ഒരു വാക്കുപോലും മിണ്ടിയില്ല. മഴ മുന്നറിയിപ്പിൽ മാറ്റം. സംസ്ഥാനത്തെ 8 ജില്ലകളിൽ യെല്ലോ അലർട്ട്. നാളെ 6 ജില്ലകൾക്ക് മുന്നറിയിപ്പ്. സംസ്ഥാനത്ത് വേനൽ മഴ തുടരും. തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും ഇന്നും നാളെയും ശക്തമായ വേനൽ മഴയ്ക്ക് സാധ്യത. 8 ജില്ലകളിൽ യെല്ലോ അലർട്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. അതോടൊപ്പം തന്നെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്കും കാറ്റിനും കടൽക്ഷോഭത്തിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. പുട്ട് രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. ED ആക്രമണം തിരുവനന്തപുരം നഗരത്തിന് നാണക്കേട്. രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് തടസ്സം. പിന്നിൽ കുപ്രസിദ്ധ ഗുണ്ടകൾ. മേയർ VV രാജേഷ്. ED ആക്രമണത്തിന് നേതൃത്വം നൽകിയത് തിരുവനന്തപുരത്തെ കുപ്രസിദ്ധ ഗുണ്ടകളെന്ന് മേയർ VV രാജേഷ്. ഇത്തരം വിഷയങ്ങളിൽ പരിശോധന സ്വാഭാവികം. അന്വേഷണം നടക്കുന്ന സമയത്ത് അത് തടസ്സപ്പെടുത്തി. അങ്ങേയറ്റം പ്രതിഷേധം ഗൗരവമുള്ളത്. മുതിർന്ന നേതാക്കളുടെ നേതൃത്വത്തിൽ അക്രമമുണ്ടായി. ഇത് രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് തടസ്സം. നിരപരാധികൾ ആണെങ്കിൽ EDക്ക് മുൻപിൽ ബോധ്യപ്പെടുത്താലോ. ശക്തമായ നടപടിയെടുക്കണം. അടിയന്തരമായി പ്രതികളെ കണ്ടുപിടിക്കണം. ഇന്നലെ നടന്നത് തിരുവനന്തപുരത്തിന് നാണക്കേട്. IPS ഉദ്യോഗസ്ഥർ ക്രിമിനൽ സംഘത്തിന് മുൻപിൽ മുട്ടുവിറച്ചു നിൽക്കുന്നുവെന്നും VV രാജേഷ് കുറ്റപ്പെടുത്തി. പരസ്യ ചിത്രീകരണത്തിനെത്തിയ മോഡൽ മുങ്ങിമരിച്ചു. പെരുമ്പാവൂരിൽ വെള്ളക്കെട്ടിൽ നീന്താൻ ശ്രമിക്കുന്നതിനിടയിൽ അപകടം. പരസ്യ ചിത്രീകരണത്തിനെത്തിയ മോഡൽ പാറമടയിൽ മുങ്ങിമരിച്ചു. ഡൽഹി അംബേദ്കർ നഗർ സ്വദേശി ദിയാൻഷു ജോഷിയാണ് മരിച്ചത്. പെരുമ്പാവൂർ മുടക്കുഴ പെട്ടമല പാറമടയിൽ ഉച്ചകഴിഞ്ഞ് 2 മണിയോടെയാണ് സംഭവം. സംഘത്തിലുള്ളവർ ലൊക്കേഷൻ നോക്കുന്നതിനിടെ ദിയാൻഷു വെള്ളത്തിൽ നീന്താൻ ശ്രമിക്കുന്നതിനിടയിലാണ് അപകടം സംഭവിച്ചത്. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.